തീർത്തും അപ്രതീക്ഷിതമായ ഒരനുഭവമാണ് എനിക്കിന്ന് ഇവിടെ ഉണ്ടായത്. ഞാൻ ഈ പുസ്തകം ശ്രീമാൻ ബ്ലസ്സിക്ക് കൊടുത്തിട്ടാണ് പ്രകാശിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ബ്ലസ്സിയെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ, ബ്ലസ്സിയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സിനിമ എനിക്കിഷ്ടമാണ്, കാണും. കഴിഞ്ഞ കുറേ കൊല്ലമായി തിയേറ്ററിൽ പോയി സിനിമ അങ്ങനെ കാണില്ല. കാരണം കൂക്കി വിളിയും ബഹളവുമൊക്കെ ആയിരിക്കും അവിടെ. കാശ് കൊടുത്ത് കൂക്കി വിളിപ്പിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. വീട്ടിൽ ഇരിക്കുകയാണ്, എന്നിട്ട് വീട്ടിൽ തന്നെ TV വരുന്നത് കാണാറുണ്ട്. കാഴ്ച സിനിമ എത്ര തവണയാണ് കണ്ടതെന്ന് പറയാൻ കഴിയില്ല. അതിലെ ഓരോ രംഗവും ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കാഴ്ചയാണ്. അതിലെ ഓരോ രംഗം. രണ്ടാമതും സ്വന്തം നാട്ടിലേക്ക്, ഗുജറാത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ കൊച്ചു പയ്യൻ, അവനെ യാത്രയയക്കുവാൻ ചുറ്റുപാടുമുള്ള ആൾക്കാർ മാത്രമല്ല വന്നിട്ടുള്ളത്. വഞ്ചി നീങ്ങുമ്പോൾ മിണ്ടാപ്രാണികളായ ആടും പശുക്കുട്ടിയും ഒക്കെ തലയുയർത്തി വേദനയോടെ ആ രംഗം, കുട്ടി പോകുന്ന രംഗം നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണമുണ്ട്. ഞാനും ഒരു പാപം മനുഷ്യനാണ്, വളരെ പാപം മനുഷ്യൻ. അതുകൊണ്ടാണ് ഇപ്പോഴും പക്ഷികളെയും മൃഗങ്ങളെയും പട്ടികൾ എല്ലാം, നായ, പൂച്ച, ഇതിനെക്കുറിച്ചൊക്കെ കഥകൾ എഴുതും. പിന്നെ കുട്ടികളെയും, ബ്ലസ്സി കുട്ടിയെക്കുറിച്ചല്ലേ കഥ പറഞ്ഞത്. മലയാളത്തിൽ എന്നല്ല, ലോകത്തിൽ തന്നെ ഒരു വിഷയത്തിൽ എന്നെ തോൽപ്പിക്കുവാൻ ഒരു കഥാകൃത്തും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല. എന്നേക്കാളും വലിയ കഥാകൃത്തുക്കൾ മലയാളത്തിൽ എത്രയോ ഉണ്ട്, എല്ലാ ഭാഷകളിലുമുണ്ട്. പക്ഷെ ഒരാസ്പെക്റ്റിൽ എന്നെ തോൽപ്പിക്കുവാൻ ഒരാളും ഉണ്ടായിട്ടില്ല. കുട്ടികൾ മാത്രം കഥാപാത്രങ്ങളായിട്ടുള്ള 50-ലധികം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പത്മനാഭൻ്റെ കുട്ടികൾ എന്ന പേരിൽ അത് പുസ്തകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഒരുപക്ഷെ ആയിരിക്കാമെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴും എൻ്റെ മനസ്സ് വേവലാതി ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു നന്ദികേടായിരിക്കും എന്നോട്. പിന്നെ ഇനി രമേശ് ചെന്നിത്തലയുടെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാം. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോവൽ ആരംഭിക്കുന്നത് ചിക്കാഗോവിലാണ്. ചിക്കാഗോവിൽ 3 മാസം ഞാനുണ്ടായിരുന്നു. ലോകത്തെവിടെ പോയാലും ഈ കതർ ഷർട്ടും ഈ കതർ ബൂട്ടുമാണ് എൻ്റെ വേഷം. ചിക്കാഗോവിലും അത് തന്നെയായിരുന്നു. കാൽസ്രായൊന്നും ഇടാൻ പോയിട്ടില്ല.
മിഷിഗൻ തടാകവും എല്ലാം എനിക്ക് വളരെ പരിചിതമാണ്. ചിക്കാഗോവിലെ വഴികൾ എല്ലാം എനിക്കേറെ പരിചിതമാണ്. ഒറ്റപ്പാലത്ത് 3 മാസമൊന്നും ജീവിച്ചിട്ടില്ല. 4 ദിവസം ഒറ്റപ്പാലത്തും ജീവിച്ചിട്ടുണ്ട്. സംഭവ ബഹുലമായ 4 ദിവസം. ഇത് പറയാൻ കാരണം ചിക്കാഗോവിലും ഒറ്റപ്പാലത്തൊക്കെ പോയ വീരപുരുഷനാണ് ഞാൻ എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനല്ല. ഈ 2 ദിക്കിലും പോയിട്ടും ഒരു കൊച്ചു നോവൽ പോലും എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല.